ഇനി അടുത്തതായി ന്യൂമാൻ കിൻഡർ ഗാർട്ടനിൽ 10 വർഷത്തോളം ന്യൂമാൻ കിൻഡർ ഗാർട്ടനിൽ അധ്യാപികയായി സേവനം ചെയ്ത് ഇപ്പോൾ അംഗൻവാടി ടീച്ചറായി ജോലി നേടിയ സോണിയ ടീച്ചറിന് മെമന്റോ നൽകി ആദരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട മരിയാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ മെമന്റോ ഏറ്റുവാങ്ങുന്നതിനായി സ്നേഹബഹുമാനിയായ സോണിയ ടീച്ചറിനെ വേദിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി 10 വർഷത്തോളം ന്യൂമാൻ കിൻഡർ ഗാർട്ടനിൽ ആത്മാർത്ഥമായി അധ്യാപികയായി സേവനം ചെയ്ത് മറ്റു മേഖലയിലേക്ക് ജോലി നേടിപ്പോകുന്ന സ്നേഹം ബഹുമാനപ്പെട്ട ലൗലി ടീച്ചറിന് മെമന്റോ നൽകി ആദരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട പ്രസിഡന്റിനെയും മെമന്റോ ഏറ്റുവാങ്ങുന്നതിനായി ലൗലി ടീച്ചറിനെയും ഏറ്റവും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മെമന്റോ നൽകി സാക്ഷ്യപത്രം നൽകി ഞങ്ങളോടൊപ്പമായിരുന്ന ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്
ഏറ്റവും സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. പ്രകാശനദി പോലവനൊഴുകി വരപ്രസാദനിധിയെന്നവനരുളി നിസരി സരി മരിമ പമ പനി പനി സരി സരി സരിമ അപരനു തിരിയായി അവനുരുകി സ്വയം അറിവാലിരുളലകൾ കഴുകി വിശുദ്ധ ചാവറതാതൻ നമ്മുടെ കേരള സമരായൻ വിശുദ്ധ ചാവറതാതൻ നമ്മുടെ കേരള സമരായൻ അറിവിൻ എണ്ണയും അലിവിൻ വീഞ്ഞും അവരക്കരുളിയ സമരായൻ തളർന്നു പോയൊരു ജനചേതനയെ പിളരാൻ വേണ്ടിയ കേരള സഭയെ ഉണർന്നുപോളത്തെത്തിയ ചാവറതാതൻ കേരള സമരായൻ താതൻ കേരള സമരായൻ തുള്ളിയ കേരള നാടിൻ ഉൾവഴിയിൽ മാനവ മഹിമയിടിഞ്ഞു തകർന്നു മനുഷ്യരൊടുങ്ങിയ മരുഭൂമി ആയിരം അക്ഷര ദീപാവലികൾ കൊളുത്തി ചാവറ സമരായൻ ആയിരം അക്ഷര ദീപാവലികൾ കൊളുത്തി ചാവറ സമരായൻ മുറിവേറ്റുലഞ്ഞു പിളർന്നവർ പരിഹാസശരമേറ്റുലഞ്ഞു നടന്നവർ അപമാനഭാരം വഹിച്ചു തളർന്നവർ ഒരു ബെഞ്ചിലൊന്നിച്ചൊരേ പാഠമൊരു വിട്ടൊരു നല്ല സമഭാവലോകമായി ഒരു നല്ല സമരായ രൂപമായി ഉണർന്നവർ അവരെയും സോദര പദവി പകർന്നു നവോത്ഥാനം നവോത്ഥാനം
മോഷ്ടിക്കാൻ അമ്മ ഇന്ന് എന്താണ് ഈ പകല് മോഷ്ടിക്കാൻ വന്നേക്കുന്നത് പറയാമോ? എടാ വെളിവില്ലാത്തവനെ, നമ്മളിപ്പോ വന്ന് കയറിയേക്കാൻ ഡോക്ടറുടെ വീട്ടിലാണ്. ഡോക്ടർ രാവിലെ 10 മണിക്ക് ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിക്ക് പോയി. ഇനി വൈകിട്ട് 5 മണിക്ക് എത്തത്തുള്ളൂ. അതുവരെ സമയമുണ്ട്. ഇവിടെയുള്ള സകല സാധനം നമുക്ക് അടിച്ചു മാറ്റണം. പക്ഷെ എന്നൊക്കെ പറഞ്ഞാലും രാത്രി മോഷ്ടിക്കുന്ന ആണ് അതിന്റെ ഒരു സുഖം. സുഖത്തെ കുറിച്ച് കൂടുതൽ സംസാരിക്കല്ലേ. എടാ കഴിഞ്ഞ ദിവസം മിലിറ്ററിക്കാരന്റെ വീട്ടിൽ കയറി നീ എന്റെ തൊഞ്ഞ ദിവസമാണ് കാണിച്ചത്. അവിടെ ഇരുന്ന മിലിറ്ററി കോട്ടയം ഒരു 4 എടുത്ത് മടക്ക് മടക്കാൻ അടിച്ചു. 4 അടിച്ചത് പോട്ടെ, ഉറങ്ങിക്കിടന്ന മിലിറ്ററിക്കാരന്റെ ഭാര്യ വിളിച്ചെന്നെ നീ എന്താ പറഞ്ഞത്? മര്യാദ കത്താഴം പറയാൻ പറ്റില്ല. നീ വീട്ടിൽ പറയുന്ന കാര്യമാണ് മറ്റുള്ള വീട്ടിൽ കയറി പറയുന്നത്. ആ മിലിറ്ററിക്കാരന്റെ തൊക്കിന്റെ മോനെ രക്ഷപ്പെട്ട കാര്യം ഓർത്താൽ ദൈവം നൂലേ ഇറങ്ങി വരും. അത് പോലീസല്ല, അത് ആംബുലൻസ്. ഓ ഈ ആംബുലൻസുകാർക്ക് വേറെ ഒരു മ്യൂസിക്കും ഇല്ല. പിന്നെ ആംബുലൻസുകാർക്ക് ശിങ്കാരിമലത്തിന് മ്യൂസിക് ഇട്ട് വരാൻ പറ്റും. നീ എവിടെ നിന്ന് വന്നതാണ്? നീ അടിച്ചു മാറ്റാൻ നോക്കിയാൽ പറ്റും. എല്ലാം ഞാൻ അടിച്ചു മാറ്റി. ഇനി നമുക്ക് ഇവിടെ ഇറങ്ങാന്ന് പോകാൻ പറ്റേ. 5 മണി വരെ സമയമുണ്ടല്ലോ. വേറെ ചെറിയൊരു പരിപാടി ഉണ്ട്. എന്റെ വീട്ടുകാർ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഞാനൊരു ഡോക്ടറായിട്ട് കാണണം. അതൊരു വല്ലാത്ത ആഗ്രഹമായി പോയി. ഏതായാലും സമയമുണ്ടല്ലോ. ഡോക്ടർ ഇല്ലാത്ത സമയത്ത് ഞാൻ കുറച്ച് സമയം ഡോക്ടർ ആവട്ടെ. നീ എന്നോടൊന്ന് സൈരി, നീ അവിടെ ഇരുന്ന് എന്നാ നിന്നെ ഞാനൊന്ന് പരിശോധിച്ച് നോക്കട്ടെ. നിനക്ക് വല്ല സൂക്കേടും ഉണ്ടാന്ന് അറിയാമല്ലോ. നിങ്ങൾക്ക് എന്നത്തിന്റെ സൂക്കേടാണ്. ശ്വാസം വലിച്ചു വിടൂ. എടാ ഡോക്ടർമാരുടെ ആദ്യത്തെ ഡയലോഗാണ് ഇത് വെച്ച് കഴിഞ്ഞാൽ ശ്വാസം വലിച്ചു വിടും. അതിനെ പിടിച്ച് വേണം അതിലേക്ക് പോകാൻ. വലിക്കൂ. അങ്ങനെ വിട്ടില്ലേട്ടോ. വിട്ടില്ല, വിട്. ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ? കയ്യിലിട്ട് വിടണ്ടേ? അതാണ് ഈ വാദക്കും. മനിതനുണർന്ന് കൊള്ള ഇത് മനിതർക്കാതലല്ലേ, അത് എന്താണ്ടി പുനികമാണിത്. സുഭാഷേ ഗുണാക്കാന്റെ ഫീലുണ്ട് നിന്റെ വാദം. നമുക്ക് ഇവിടുന്ന് പോകാന്ന്. എടാ മരുന്ന് കഴിയുമ്പോഴത്തേക്ക് ഇത് വാങ്ങിച്ച് കഴിച്ചാൽ മതി. ഓക്കെ. പോലീസ് പോണ്ടേ? നെക്സ്റ്റ് പേഷ്യന്റ് കടന്നു വരും. ആര് വരാനാണ് ഇങ്ങോട്ട്? ആരും വന്നില്ലെങ്കിലും ഡോക്ടർമാരൊരു ഡൈവറാണ്. ഒരു പേഷ്യന്റ് കഴിഞ്ഞാൽ അടുത്ത പേഷ്യന്റ്. അതങ്ങനെ ഒരു ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാൻ ഡോക്ടർ. ഇതെന്താണ്? ഞാൻ ഈ കൊമ്പം മീശ വെച്ച ഡോക്ടറെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതെന്താണെന്നറിയോ? അത് കൊമ്പത്തെ ഡോക്ടറാണ്. അതാണ് കൊമ്പം മീശ വെച്ചേക്കുന്നത്. ഇതെന്താണ് ഒരു ഉണ്ണി വെച്ചാണ്? അതെന്താണ് ഉണ്ണി? അതന്നെ വീട്ടിൽ ഉണ്ണി എന്നാ വിളിക്കുന്നത്. വീട്ടിൽ ഉണ്ണി എന്ന് വിളിക്കുന്ന പറഞ്ഞാൽ ആരെങ്കിലും മുഖത്ത് ഉണ്ണി വെച്ചോണ്ട് വരുമോ? പിന്നെ ഉണ്ണിയില്ലാത്ത ഡോക്ടർ എന്ന് പറഞ്ഞാൽ പിന്നെ ഉണ്ണിയില്ലാത്ത ഉണ്ണി എന്ന് പറഞ്ഞാൽ ഉണ്ണിയില്ലാതെ നടക്കിയല്ലേ? അത് ശരിയാണ്. മീശ ഉണ്ണി കറക്റ്റ് ആണ്. പക്ഷെ ഇതെന്താണ് ഈ ഡോക്ടർ ഈ കണ്ണിൽ വെച്ച ആ സംഭവം എന്താണ്? അയ്യോ അത് ഊരില്ലേ? ഇതാണോ? അതെ. എന്താണ്? ഞാൻ ഇതുവരെ അങ്ങനെ ഡോക്ടർമാരെ അല്ല ഈ മാസ്കിന് എന്തിനാണ് ഈ തുളയിട്ടേക്കണ? എന്തിനാണ്? ശ്വാസം എടുക്കണ്ടേ സുഹൃത്തേ? പക്ഷേ 2 തുളയുണ്ട്. ഇപ്പുറത്തെ തുള അതെന്തിനാണ്? എടുത്ത ശ്വാസം പുറത്തേക്ക് വിടണ്ടേ? ഞാനുള്ളത് പറയാട്ടോ. ഞാൻ ഇതേ കൂട്ട് മാസ്ക് ഞാൻ കണ്ടിട്ടേ ഇല്ല. ഞങ്ങൾ ഡോക്ടർമാർ മാത്രം ഉപയോഗിക്കുന്ന പ്രത്യേക തരം മാസ്കാണ്. അല്ല ഇതാരാണ് മനസ്സിലായി?
संसार रक्षाकारं वृष्णिवंश रत्नावतारं विष्णुं नमः कृपासमुद्रम्। पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभाङ्गं लक्ष्मीकान्तं कमलनयनं योगिविद्यानगम्यं वन्दे विष्णुं भवभयहरं सर्वलोकैकनाथम्। शङ्खचक्रधरं देवं विष्णुं वन्दे जगद्गुरुम्। മധുരാപുരിക്ക് മാധുര്യമായി മണിവർണ്ണൻ തൻ മായകളാടി മണിവർണ്ണൻ തൻ മായകളാടി
ഒടുവിൽ ശാന്തത കൈവന്നപ്പോൾ കണ്ടു നിൻ തിരുരൂപം ഗുരുവും വായുവും ഒന്നിച്ചതു നല്ലൊരു കുരി തന്നിൽ പാടിച്ചു ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഗുരുവായൂരിൽ വാഴും ഭഗവാൻ കൃപയോടെന്നും പാലിപ്പാൻ വാസുദേവായ നമഃ.
കൊതിക്കുന്നു. നമ്മൾ കുട്ടികൾ നമ്മളിലാരും അന്യന്മാരല്ല. നമ്മളൊരൊറ്റ മനുഷ്യ കുടുംബം സോദരരെല്ലാരും. നമ്മൾ കുട്ടികൾ നമ്മളിലാരും അന്യന്മാരല്ല. നമ്മളൊരൊറ്റ മനുഷ്യ കുടുംബം സോദരരെല്ലാരും. സഹപാഠികളെ സ്നേഹിക്കാം, സഹജീവികളെ സ്നേഹിക്കാം. സഹപാഠികളെ സ്നേഹിക്കാം, സഹജീവികളെ സ്നേഹിക്കാം. സ്നേഹം കൊണ്ട് മണ്ണിൽ പുതിയൊരു ലോകം പണിയുക നാം. പുതിയൊരു ലോകം പണിയുക നാം. നല്ലൊരു ലോകം പുലരുക കാണാൻ ഞങ്ങൾ കൊതിക്കുന്നു. നല്ലതു മാത്രം കൂട്ടിനു കിട്ടാൻ ഞങ്ങൾ ശ്രമിക്കുന്നു. വീടിനു നല്ലവരാവുക, നാടിനു നല്ലവരാവുക. നാടും വീടും നന്നായാലേ മനസ്സുകളൊന്നാവൂ, മനസ്സുകളൊന്നാവൂ. നല്ലൊരു ലോകം പുലരുന്ന കാണാൻ ഞങ്ങൾ കൊതിക്കുന്നു. നല്ലതു മാത്രം കൂട്ടിനു കിട്ടാൻ ഞങ്ങൾ ശ്രമിക്കുന്നു. താങ്ക് യു.
4 ക്ലാസ്സിലെ ഓരോ കുട്ടിക്ക് നൽകുന്നു. ഈ വർഷത്തിന് അവാർഡിന് അർഹരായവർ: 1ാം ക്ലാസ് ക്രിസ്റ്റി ജോബി, 2ാം ക്ലാസ്സിൽ നിന്നും അവാർഡിന് അർഹയായത് മാളവിക മജു, 3ാം ക്ലാസ്സിൽ നിന്നും ശിവലക്ഷ്മി ശിവദാസ്, बोलते आजा सजना तेरी याद सतावे टोली टोल बजावे गीत खुशी दे गावे
Let's go on the bullet. On the pillow, party, come down to it. Come on, baby, let's go on the bullet. On the pillow, party, come down to it. Asıl
ഞാൻ. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചെപ്പുള്ള നീ ആരും പെണ്ണിനെ കണ്ടേ ചമ്മന്തിക്കാരി നീല പെണ്ണിന്റെ പക്കല് നെയ്യുള്ള തിടക്കണം ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചെപ്പുള്ള നീ ആരും പെണ്ണിനെ കണ്ടേ ചമ്മന്തിക്കാരി നീല പെണ്ണിന്റെ പക്കല് നെയ്യുള്ള തിടക്കണം പെണ്ണിന്റെ പഞ്ചാര പുഞ്ചിരി കണ്ടങ്ങാലിന്റെ കച്ചോടം പെണ്ണിന്റെ പഞ്ചാര പുഞ്ചിരി കണ്ടങ്ങാലിന്റെ കച്ചോടം അന്നത്തെ ചന്തല കച്ചോടം പെണ്ണിന്റെ കത്തല മിഠായി അന്നത്തെ ചന്തല കച്ചോടം പെണ്ണിന്റെ കത്തല മിഠായി ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചെപ്പുള്ള നീലാരി പെണ്ണിനെ കണ്ടേ ചമ്മന്തിക്കാരി നീല പെണ്ണിന്റെ കൊട്ടില് നെയ്യുള്ള പിടക്കണം നീനാണേ മീനും കൊണ്ടഞ്ചാറ് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ മീനും കൊണ്ടഞ്ചാറ് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ നേരം പോയി മീനും ചീറ്റേ അന്നത്തെ കച്ചവടം വെള്ളത്തിലായി നേരം പോയി മീനും ചീറ്റേ അന്നത്തെ കച്ചവടം വെള്ളത്തിലായി ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ചമ്മന്തിക്കാരി മീനെ പെണ്ണിന്റെ കുട്ടില് നെയ്യുള്ള പിടക്കണം നീനാണേ പെണ്ണ് ചീരിക്കണ കണ്ടന്റെ കച്ചവടം പോയല്ലോ കാശും പോയി പെണ്ണ് ചീരിക്കണ കണ്ടന്റെ കച്ചവടം പോയല്ലോ കാശും പോയി ചന്ദന ചോപ്പുള്ള കെട്ട് ചതിക്കണ കാര്യം ഞാനേ ചന്ദന ചോപ്പുള്ള കെട്ട് ചതിക്കണ കാര്യം ഞാനേ ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മീനാരി പെണ്ണിനെ കണ്ടേ ഞാൻ ചമ്മന്തിക്കാരി മീനെ പെണ്ണിന്റെ കൊട്ടല് നെയ്യുള്ള വിളക്കണ നീനാണേ
ഭാഗ്യം ചൊല്ലാം വാമാ വാമാ. ഭാഗ്യം ചൊല്ലി ഊരിൽ നടന്ന പൊന്നിൻ കഥ ചൊല്ലാം, ഭാഗ്യം പെട്ട കഥ ചൊല്ലാം. പിറന്നത് തഞ്ചാവൂര്, വളർന്നത് കഞ്ചിക്കോട്, അപ്പനും അമ്മയ്ക്കും അരുമയാം പൊണ്ണ്. ഒരു ചുറ്റി ഭാഗ്യം കൊണ്ടു ചേർന്നീ നാട് കവലത്തിലേക്ക് ചട്ടുമ്പി, ജാതി മല്ലി പൂവലിഞ്ഞ ചിങ്ങാരി പെണ്ണ്. മാരിയമ്മൻ കോവിലെ തപ്പരദോഷം, ചെമ്മാനം തോന്നിരിക്കണ കതിനവെടി, മണ്ടുമേളം സിംഗാരി മേളം. കൂട്ടരത്തിലാടി
കാലത്തിൻ്റെ എല്ലാ വൈരൂപ്യങ്ങളോടും കൂടി താണ്ഡവമാടിയിരുന്ന കേരളത്തിലെ ഒരു ഗ്രാമം. ഉള്ളവനും ഇല്ലാത്തവനും, ഉയർന്നവനും താണവനും, വെളുത്തവനും കറുത്തവനും, അവർണ്ണനും സവർണ്ണനും ജാതിവരിയുടെ ഉച്ചനീചത്വങ്ങൾ ആസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടം. ആര്യഭാഷയായ സംസ്കൃതം സവർണ്ണന് മാത്രം അറിവിൻ്റെ അക്ഷയപാത്രം തുറന്നു കൊടുത്തിരുന്ന ഒരു കാലഘട്ടം. അവർണ്ണനെ തീണ്ടാപ്പാടകലെ മാത്രം നിർത്തി മൃഗതുല്യ സ്ഥാനം പോലും കൽപ്പിക്കാത്ത ജാതി വെറിയന്മാരുടെ കാലം. അങ്ങനെയൊരു കാലത്ത് ആ ഗ്രാമത്തിലേക്ക് ഒരു വൈദികൻ അറിവിൻ്റെയും ആത്മീയതയുടെയും കൈത്തിരി വെട്ടവുമായി കടന്നു വന്നു. അതെ, ചാവറ കുറിയാക്കോസ് ഏലിയാസച്ചൻ. വണക്കം കത്തനാരെ, വണക്കം. വണക്കം. കത്തനാരെ, നമ്മുടെ ഉണ്ണികളെ ഇംഗ്ലീഷ് പഠിപ്പിക്കണമെന്ന് വെച്ച് നാളായി നിരൂപിക്കണം. അത് വളരെ നല്ലൊരു ചിന്ത തന്നെ. അവരെ ഷിമയിലോ മദ്രാശിയിലോ അയച്ച് ഇംഗ്ലീഷ് പഠിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ അന്തർജനങ്ങൾ സമ്മതിക്കണില്ല. കത്തനാര് ഇംഗ്ലീഷ് പഠിപ്പിക്കാനുള്ള ആളല്ലേ? ഒരു ഇംഗ്ലീഷ് പള്ളിക്കൂടം നമ്മുടെ നാട്ടിൽ ആരംഭിച്ചാൽ ഇശ്യം നന്നായിരിക്കും. ആലോചന നല്ലത് തന്നെ. ഞാനും അത് ആലോചിക്കാതിരുന്നില്ല. പക്ഷെ ഒരു ഇംഗ്ലീഷ് പള്ളിക്കൂടം ആരംഭിക്കാനുള്ള അനുവാദം കിട്ടുക അത്ര എളുപ്പമല്ല. കത്തനാര് ബിഷോപ്പ് തിരുമേനിയെ കണ്ടൊന്ന് സംസാരിച്ചാൽ സാധിച്ചേക്കും. നമ്മുടെ ഉണ്ണികൾ ഇംഗ്ലീഷ് പഠിച്ചാൽ കേമായിരിക്കും. കാര്യമൊക്കെ ശരി തന്നെ. ലോകഭാഷയായ ഇംഗ്ലീഷ് നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് അറിവിന്റെ വാതായനങ്ങൾ തുറന്നു കൊടുക്കുന്നു. പിന്നെ എന്താ കത്തനാരെ പ്രശ്നം? നിയമാനുസൃതമല്ലാതെ ഒന്നും ആരംഭിക്കാൻ സാധ്യമല്ല തിരുമേനി. നാടുവാഴിയുടെ സമ്മതപത്രം നോം ശരിയാക്കാം. നാടുവാഴിയുടെ അനുവാദം മാത്രം പോരാ തിരുമേനി. എങ്കിൽ രാജകാര്യാലയത്തിന്റെ അനുമതി കൊണ്ടുവരാം. തിരുമേനി, ആശ്രമത്തോട് ചേർന്ന് ഒരു വിദ്യാലയം ആരംഭിക്കണമെങ്കിൽ ബിഷപ്പ് തിരുമനസിന്റെയും സഭയുടെയും അനുമതി വേണം. എങ്കിൽ കത്തനാര് തന്നെ ബിഷപ്പ് തിരുമേനിയെ കണ്ട് സംസാരിക്കണം. ഞാൻ ഈ കാര്യം അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുള്ളതാണ്. പക്ഷെ എന്തോ അദ്ദേഹം അനുമതി തരുന്നില്ല. പിന്നെ എന്തോ ചെയ്യും കത്തനാര്? നമ്മുടെ നാട്ടിലെ കുട്ടികളെ വിദ്യ അഭ്യസിക്കുന്നതിന് ഒരു സംസ്കൃത പള്ളിക്കൂടം ആരംഭിക്കുന്നതിന് ബിഷപ്പ് തിരുമനസിന് സമ്മതമാണ്. സംസ്കൃതമെങ്കിൽ സംസ്കൃതം. ദേവഭാഷയായ സംസ്കൃതം ഇംഗ്ലീഷ് ഭാഷയേക്കാൾ ഒട്ടും പിന്നിലല്ല. അത് മറ്റു ഭാഷകളുടെ മാതാവാണ്. ഉണ്ണികൾ ഇല്ലത്ത് ഉണ്ടും കുറങ്ങിയും വെറുതെ സമയം കളയുന്നു. തിരുമേനി ഇല്ലത്തേക്ക് പോയിക്കൊള്ളുക. കുട്ടികളെ ഇന്ന് തന്നെ ഇവിടേക്ക് വിടണം. കത്തനാരെ, ഇത് എവിടുത്തെ ഏർപ്പാടാ? എന്നാ തിരുമേനി, എന്താ പ്രശ്നം? നമ്മുടെ ഉണ്ണികൾക്കൊപ്പം ഇരുന്ന് പഠിക്കാൻ ഈ കീടങ്ങൾക്ക് അങ്ങനെ ധൈര്യം വന്നു. ഞാനാണ് അവരെ അവിടെ ഇരുത്തിയത്. കത്തനാരെ, തീണ്ടാപ്പാടകളിൽ നിൽക്കേണ്ട കീടക്കുഞ്ഞുങ്ങൾ നമ്മുടെ ഉണ്ണുങ്ങൾക്കൊപ്പമോ? ഈ വഴി നടക്കാൻ പോലും ഈ മൃഗങ്ങൾക്ക് അവകാശമില്ല. കത്തനാരെ, ബ്രാഹ്മണനെ തീണ്ടിയാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് അറിയാമോ? ആ കീടത്തിന്റെ തല ആനയെ കൊണ്ട് ചവിട്ടി അരയ്ക്കും. ബ്രാഹ്മണൻ അവൻ ഉന്നത കുലജാതൻ. നമ്പൂതിരിയും തുളുബ്രാഹ്മണനും ഗാഠസാരസ്വതരും പുണ്യജന്മങ്ങൾ. അവർ ദൈവത്തിന്റെ പ്രതിപുരുഷർ. നായരും നമ്പ്യാരും തീയരും കമ്മാളനും മുക്കുവനും പുലയനും പറയനും കുറുവനും ജാതിക്ക് നീചർ അധവർ. അധമന്റെ സ്ഥാനം 68 അകലെ. അധമർ അവർ ബ്രാഹ്മണനെ തൊട്ടുകൂടാ, കണ്ടുകൂടാ, തീണ്ടിക്കൂടാ. അവർ ബ്രാഹ്മണനെ തൊട്ടാൽ, കണ്ടാൽ, തീണ്ടിയാൽ അവൻ വധശിക്ഷയ്ക്കാണ്. ഇന്നാട്ടിലെ നിയമമനുസരിച്ച് ജാതി വ്യവസ്ഥിതി പാലിക്കാത്തവന് മരണദണ്ഡന. അവനെ ആനയെ കൊണ്ട് ചവിട്ടിച്ചോ, പീരങ്കി കൊണ്ട് തല തകർത്തോ, ചിത്രവധം ചെയ്തോ കൊല്ലും. കത്തനാരെ, തീണ്ടൽ തൊടിയിൽ നിയമങ്ങൾ പാലിക്കാനും പാലിക്കപ്പെടാനുമുള്ളതാണ്. അത് പാലിച്ചില്ലെങ്കിൽ അതാരായാലും ഏത് കത്തനാരായാലും ദണ്ഡന മരണം തന്നെ. ചവിട്ടി ഇറക്കി കീടങ്ങളെ.
കൃമികൾ ബ്രാഹ്മണന് മാത്രം അവകാശപ്പെട്ട അറിവിന്റെ അമൃത് മോന്താണെത്തിയിരിക്കുന്നു. കഞ്ഞിവെള്ളം പോലും കുടിക്കാൻ അർഹതയില്ലാത്തവർ ചെല്ലടാ ചെന്ന് കരിക്കാടിയുണ്ട്. നീതിയും നിയമവും നടപ്പിലാക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിയാം. കത്തനാരത്തിൽ ഇടപെടേണ്ട. നിർത്താനാ പറഞ്ഞത്. ഇതെന്റെ ആശ്രമം, എന്റെ പള്ളിക്കൂടം, ഇവിടെ എന്റെ നിയമം. കത്തനാർക്ക് ഇത്ര ധിക്കാരമോ? പാടും